കേന്ദ്രമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കണമെന്ന് ഇടതുമുന്നണിയിലും സമ്മർദ്ദം. കേന്ദ്ര സഹായം നേടിയെടുക്കാനുള്ള കരുനീക്കങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടി കെ.വി. തോമസ്. ആശാവർക്കർമാരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ആണ് വ്യക്തമായ കണക്കുകൾ നൽകാനാകാതെ വിഷണ്ണനായി മടങ്ങേണ്ടി വന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് തോമസ് സംസാരിച്ചു തുടങ്ങിയെങ്കിലും നിർമ്മല സീതാരാമൻ വ്യക്തമായ കണക്കുകൾ ചോദിച്ചപ്പോൾ കണക്കുകൾ സംബന്ധിച്ച് തനിക്ക് അറിവില്ലെന്നായിരുന്നു തോമസിന്റെ പ്രതികരണം. അടുത്ത ദിവസം വ്യക്തമായ കണക്കുകൾ നൽകുമെന്ന് ധനകാര്യ മന്ത്രാലയത്തെ അറിയിച്ച് തൽക്കാലം മുഖം രക്ഷിക്കുകയാണ് കെ.വി. തോമസ് ചെയ്തത്. സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നൽകാനുള്ളതെല്ലാം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രവും അർഹമായതൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തിന്റെ മുഖം രക്ഷിക്കാനായി കെ.വി. തോമസ് രംഗത്തെത്തിയതും ആ നീക്കം പാളിപ്പോയതും. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് വിവിധ കോണുകളിൽ നിന്നും ജനകീയ പിന്തുണ ഏറിവരുന്ന സാഹചര്യത്തിൽ സമരം ഗതി തിരിച്ചുവിടാനുള്ള നീക്കമാണ് CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിക്കാതെ അനുഭാവ സമീപനം കൈക്കൊള്ളണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഓണറേറിയം കേരളം നൽകുന്നുവെന്നും കേന്ദ്രം ധനസഹായം നൽകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ആവിധം പ്രചരണങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണം നേടിയെടുക്കാനാണ് കെ.വി. തോമസിനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. എന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ തലയൂരേണ്ട ഗതികേടാണ് സംസ്ഥാന പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിനുണ്ടായത്. അതേസമയം ധനകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിവരങ്ങൾ ആരാഞ്ഞ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി പ്രതികരിക്കുകയാണ് കെ.വി. തോമസ് ചെയ്തത്. ആശാവർക്കർമാരുടെ വിഷയങ്ങൾ മാത്രമല്ല ഉന്നയിച്ചതെന്നും മറ്റ് ഒട്ടനവധി വിഷയങ്ങൾ ക്രിയാത്മകമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മറ്റെല്ലാം അസംബന്ധ പ്രചരണം മാത്രമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വയനാട് പുനരധിവാസ വായ്പാ വിനിയോഗത്തിന്റെ കാലാവധി മാർച്ച് 31 നിന്നും നീട്ടണമെന്ന ആവശ്യം മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും കെ.വി. തോമസ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതേസമയം കേരളത്തോടുള്ള അവഗണന കേന്ദ്രം തുടരുക തന്നെയാണെന്ന വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 800 കോടിയിൽ 189 കോടി മാത്രമാണ് കേന്ദ്രം നൽകിയത്. നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം തടഞ്ഞുവെച്ച ബാക്കി തുക നേടിയെടുക്കുക എന്നതാണ് കേരളത്തിന് മുന്നിലെ വെല്ലുവിളി. കൂടാതെ ഇൻസെന്റീവായി കേരളം നൽകിയ 100 കോടി രൂപ ഇതുവരെയും കേന്ദ്രം തിരിച്ചു നൽകിയിട്ടില്ല. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഈ വിധം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേക പ്രതിനിധിയായ കെ.വി. തോമസിന് കഴിയുന്നതുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നടന്ന കൂടിക്കാഴ്ചയും വ്യക്തമാക്കുന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ഗുണകരമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി നേതൃത്വം. ആശാവർക്കർമാർ നടത്തുന്ന സമരം എത്രയും വേഗം ഒത്തുതീർപ്പിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഇടതുമുന്നണി നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷ കക്ഷികൾ ആശാവർക്കർമാരുടെ സമരത്തെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിച്ച് പല CPM നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളും ദോഷകരമായി തിരിച്ചടിച്ചുവെന്ന വിലയിരുത്തലും ഇടതുമുന്നണിക്കുണ്ട്. അനാവശ്യ സമരമെന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നുവെങ്കിലും എത്രയും വേഗം സമരം ഒത്തുതീർക്കാനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരും നടത്തുന്നത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാനം കിണഞ്ഞു പരിശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വരാനിരിക്കുന്ന നിർമ്മല സീതാരാമന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൂടിക്കാഴ്ചകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറുന്നതും അതുകൊണ്ട് തന്നെയാണ്.